നമ്മൾ മത്തായിയുടെ സുവിശേഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ സുവിശേഷകനായ മത്തായി കർത്താവ് യേശുക്രിസ്തുവിനെ രാജാവായിട്ട് ചിത്രീകരിക്കുകയാണ്. അവൻ രാജാവാണെന്നുള്ളതിന് ഉള്ളതായ തെളിവുകൾ ഇവിടെ നിരത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ പലതും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിനെ കുറിച്ച് ശത്രുക്കളുടെ പ്രതികരണം, യേശുക്രിസ്തുവിനെ നമസ്കരിക്കുന്നവർ, ഇതെല്ലാം അവൻ രാജാവാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. പരസ്യ ശുശ്രൂഷ തുടങ്ങാറായി. ഇനിയും രാജാവാണെന്നുള്ളതിന് സാക്ഷ്യം പറയേണ്ടത് ആവശ്യമാണ്. മത്തായി സുവിശേഷകൻ തന്റെ ഈ സുവിശേഷത്തിൽ, ഈ പുസ്തകത്തിൽ പല ആളുകളെ അതിനായി നിരത്തി വെക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രെഡൻഷ്യൽ, അല്ലെങ്കിൽ അവന്റെ യോഗ്യതകൾ, രാജാവാണെന്നുള്ളതിനുള്ളതായ പ്രത്യേകതകൾ ചൂണ്ടിക്കാണിക്കുവാനായി 5 കാര്യങ്ങളാണ് 3-4 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഒന്ന്, യോഹന്നാൻ സ്നാപകൻ, അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്, 3:1 മുതൽ 15 വരെ. അടുത്തത് 16-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവ് സാക്ഷിച്ചു, ഇത് ദൈവപുത്രനാണ്, ഇവനാണ് രാജാവ്. പിതാവായ ദൈവം 17-ാം വാക്യത്തിൽ അതാണ് 3-ാമത്തെ വിഷയം. പിതാവായ ദൈവം പറഞ്ഞു, ഇവനെന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞ് സാക്ഷിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ പരീക്ഷയാണ്. അത് നാം പഠിക്കുമ്പോൾ പരീക്ഷയിൽ പിശാച് യേശുക്രിസ്തുവുമായുള്ളതായ ആ ബാറ്റിൽ തോൽക്കുകയും ദൈവപുത്രനാണെന്ന് യേശുക്രിസ്തു തെളിയിക്കപ്പെടുകയും ചെയ്യുന്നതാണ് അവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. 4-ാം അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ശക്തിയേറിയ ദൈവപുത്രന്റെ യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രി, ശുശ്രൂഷ രാജാവാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ, തന്റെ സ്നാനം, തന്റെ മെസ്സേജ്, തന്റെ ജീവിത രീതി, തന്നെ ദൈവത്തിന്റെ ഹിതത്തെ അനുസരിക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുവാൻ പറ്റുന്ന ഇടയായി തീർന്നു. 3:16 മത്തായി 3:16 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ യേശുക്രിസ്തുവിന്റെ മേൽ വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യേശുക്രിസ്തുവിന്റെ പ്രാവെന്ന പോലെ വരാനുള്ളതായ ഒരു കാരണം യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ പറയുന്നത്, യോഹന്നാൻ സ്നാപകന് ദൈവപുത്രനെ അല്ലെങ്കിൽ മശിഹായാണ്, പിന്നാലെ വരുന്ന യോഗ്യപുരുഷൻ അവനാണെന്നുള്ളതിന്റെ തെളിവായി ദൈവം കൊടുത്തതാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ 1:31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഇത് യോഹന്നാൻ സ്നാപകൻ പറയുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു, ഞാൻ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നു വസിക്കുന്നു നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ യോഹന്നാനോട് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി, ആരുടെ മേലാണ് ആത്മാവ് ഇറങ്ങുന്നത് കാണുന്നത്, അവനാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ, പിന്നാലെ വരുന്നവൻ എന്ന് യോഹന്നാൻ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ പ്രാവ് പോലെ പരിശുദ്ധാത്മാവ് ദൈവപുത്രന്റെ മേൽ ഇറങ്ങി വന്നത് യോഹന്നാൻ സ്നാപകൻ ഒരു തെളിവായിട്ടാണ്, സാക്ഷ്യമായിട്ടാണ് ദൈവം അരുളി ചെയ്യുവാൻ തക്കനിടയായി തീർന്നത്. യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രി തന്നെ പരിശുദ്ധാത്മാവുള്ള മിനിസ്ട്രിയാണ് എന്നും യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. നാം അറിഞ്ഞിരിക്കുന്നത് പോലെ, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സിംബിളാണ് പ്രാവ് എന്ന് കാണുവാനായി സാധിക്കുന്നുണ്ട്. അതിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്യൂരിറ്റി, അതിന്റെ പരിപാവനതയും, അതുപോലെ തന്നെ മിനിസ്ട്രിയുടെ സമാധാനത്തിന്റെ മിനിസ്ട്രിയും കാണിക്കുന്നതാണ് പരിശുദ്ധാത്മാവെന്നുള്ളത്, പ്രാവെന്നുള്ളത്. പ്രാവിനെ കുറിച്ച് നാം വേദപുസ്തകത്തിൽ ആദ്യം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. നോഹയുടെ പെട്ടകത്തോടുള്ള ബന്ധത്തിലാണ്. നോഹയുടെ പെട്ടകത്തെ പ്രാവിനെ അയക്കുന്നതിന് 8-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി 8-ന്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇട്ടിരിക്കുന്നത്, വെള്ളം കുറഞ്ഞു തുടങ്ങിയപ്പോൾ നോഹ ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു കിളിവാതിലൂടെ. റേവൻ മലങ്കാക്ക പോയും വന്നും കൊണ്ടിരുന്നു എന്നാണ് വായിക്കുന്നത്. എന്നാൽ കുറച്ചു കഴിഞ്ഞ് താനൊരു പ്രാവിനെ വിട്ടപ്പോൾ അതിന്
കാല് വെക്കുവാൻ ഇടമില്ലാതെ അത് തിരികെ വരുവാൻ തക്ക ഇടയായി തീർന്നു. രണ്ടാം പ്രാവശ്യം വിട്ടപ്പോൾ പ്രാവ് ഒരു ഒലിവില കുത്തിക്കൊണ്ട്, ഒരു പച്ച ഒലിവിലയും കുത്തിക്കൊണ്ട് വരുവാനിടയായി. മൂന്നാം പ്രാവശ്യം വിട്ടപ്പോൾ ആ പ്രാവ് പിന്നെ വന്നില്ല. അങ്ങനെ വെള്ളം വറ്റിപ്പോയി, ഭൂമി ഉണങ്ങി എന്ന് മനസ്സിലാകുവാൻ തക്ക ഇടയായി തീർന്നു. മലങ്കാക്കയ്ക്ക് തിരിച്ച് ഈ പട്ടയത്തിലേക്ക് വരാൻ താല്പര്യം തോന്നിയില്ല. അവിടെ ഉള്ളതായ ശവശരീരങ്ങൾ അതിനെയൊക്കെ ഇഷ്ടപ്പെട്ട് അത് എൻജോയ് ചെയ്യുവാനായി കാക്ക വന്നും പോയി നിന്നു. എന്നാൽ പ്രാവ് വിശുദ്ധിയുള്ളതായ ജീവി ആയതുകൊണ്ട് അത് തിരികെ ഇവിടെ പെട്ടകത്തിലേക്ക് വന്നു. വീണ്ടും പോയപ്പോൾ അത് അടയാളമായി, സമാധാനത്തിന്റെ അടയാളമായ ഇലയും കൊത്തിക്കൊണ്ടുവന്നു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ നിദർശനമായിട്ടാണ് പ്രാവിനെ കാണിക്കുന്നത്. അതുപോലെ തന്നെ വേദപുസ്തകത്തിലെ ഒരു പ്രവാചകനുണ്ട് യോന എന്നുള്ള വാക്കിന്റെ അർത്ഥം ഡാവ് അല്ലെങ്കിൽ പ്രാവ് എന്നാണ്. യോനായെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. യോനായെ കുറിച്ച് പറയുന്നത് യോനയുടെ അടയാളമായിരിക്കും നിങ്ങൾക്കും മനുഷ്യപുത്രനിൽ നിന്ന് കാണുവാനായിട്ടുള്ളത്. യോന മത്സ്യത്തിന്റെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ ദൈവപുത്രനും മനുഷ്യപുത്രനും ഭൂമിയുടെ ഉള്ളിൽ 3 രാവും 3 പകലും ഇരിക്കേണ്ടതാണ് എന്നുള്ളത് താൻ പ്രസ്താവിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. അപ്പോൾ യോനായെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ മരണത്തോടും അടക്കത്തോടും ഉയർപ്പിനോടും സാദൃശ്യീകരിച്ച് പറയുന്നു. ഇപ്പൊ യോന എന്ന് പറഞ്ഞാൽ പ്രാവ് എന്നാണല്ലോ അർത്ഥം. അത് ഇവിടെ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ യോനായെ ദൈവം അയച്ചത് ഒരു ജാതികളുടെ ഇടയിലേക്കാണ്, ജെന്റൈൽസ്. എന്നാൽ യേശുക്രിസ്തുവിനെ സകല ജാതികളുടെ ഇടയിലേക്ക് ദൈവത്തിന്റെ സന്ദേശം അറിയിക്കുവാനായി ദൈവം അയച്ചത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറഞ്ഞു ഇവൻ ദൈവപുത്രനാണ്. യോഹന്നാൻ സ്നാപകൻ എന്നത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഇനി 3:17 പിതാവായ ദൈവം സാക്ഷ്യം പറയുന്നതാണ് നാം വായിക്കുന്നത്. മത്തായി 3:17 അവിടെ യോഹന്നാന്റെ അടുക്കൽ സ്നാനം കഴിപ്പിക്കാൻ യേശു കർത്താവ് വന്നപ്പോൾ പ്രാവ് അവന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ചു ചേരുന്ന അതിമനോഹരമായ ഏറ്റവും പ്രാധാന്യമേറിയതായ ഒരു സംഭവമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നാനം എന്ന് പറയുന്നത്. സ്നാനത്തെ വളരെ വില കൊടുക്കാത്ത അനേകരുണ്ട്. എന്നാൽ ദൈവം കൽപ്പിച്ചാക്കിയതായ ശുശ്രൂഷ എത്ര പ്രാധാന്യമേറിയതാണെന്നുള്ളത് നമുക്കവിടെ മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട്. അവിടെ പുത്രനായ ദൈവമുണ്ട്. പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് പിതാവ് സംസാരിക്കുകയാണ്. പിതാവ് സംസാരിക്കുന്ന എന്താണ്? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ പരസ്യ ശുശ്രൂഷ കാലങ്ങളിൽ 3 സമയങ്ങളിൽ 3 സ്പെഷ്യൽ ലൊക്കേഷൻസില് യേശുക്രിസ്തുവിനെ കുറിച്ച് പിതാവ് സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്നിവിടെയാണ് യേശുക്രിസ്തുവിന്റെ സ്നാനത്തിൽ. രണ്ടാമതൊന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്ന മത്തായി 17:3 വാക്യമാണ്. അവിടെ അറിയാം, മരുരൂപ മലയിൽ ശിഷ്യന്മാരിൽ ചിലരും കൂടെ ഉണ്ടായിരുന്നു. മോശെയും ഏലിയാവും അവനോട് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടാൻ എന്താണ്? ഇവനെന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. ഇവനാണ് ചെവി കൊടുക്കേണ്ടത്, മോശെയും ഏലിയാവുമല്ല. അങ്ങനെ പിതാവ് അവിടെ വെച്ച് സംസാരിക്കുന്നത് കാണുന്നുണ്ട്. മൂന്നാമത്തെ സംഭവം കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലാണ്. യവനന്മാർ അല്ലെങ്കിൽ ഗ്രീക്ക് ആൾക്കാര് യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നു. ഫിലിപ്പോസും ഒക്കെ കർത്താവിനോട് എന്ന് പറഞ്ഞു, യവനന്മാർക്ക് നിന്നെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം എന്താണ്? ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തുവെങ്കിലോ ഫലം കായ്ക്കും. മനുഷ്യപുത്രനെ ഉയർത്തുന്ന കാര്യമാണ്, ക്രൂശിക്കപ്പെടുന്ന കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ച് പറയുകയാണ്. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ ഈ യവനന്മാർക്ക് രക്ഷ കിട്ടണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചേ മതിയാകൂ എന്നുള്ളത് അവിടെ പ്രസ്താവിക്കുമ്പോൾ, പ്രത്യേകിച്ച് യോഹന്നാൻ 12:28 വാക്യത്തിൽ അവിടെ യേശുക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ചൊക്കെ പ്രസ്താവിക്കുന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ ശബ്ദം കേൾക്കുവാൻ ഇടയായി തീർന്നു. അടുത്തു നിന്നവർക്കൊക്കെ ഇടിമുഴക്കം പോലെയാണ് തോന്നിയത്. ദൈവത്തിന്റെ പുത്രനെ കുറിച്ച് പിതാവ് സംസാരിക്കുന്നതാണ് അവിടെ കേൾക്കുവാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ 3 പ്രത്യേക സന്ദർഭങ്ങളിൽ പിതാവായ ദൈവം യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് സംസാരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അന്ന്
യേശുക്രിസ്തുവിന് വേണ്ടി പിതാവ് സ്വർഗത്തിൽ നിന്ന് സംസാരിച്ചു. എന്നാൽ ഇന്ന് എങ്ങനെയാണ്? എബ്രായർ 1:1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ദൈവം പണ്ട് ഭാഗമായും വിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. ഇപ്പോൾ ദൈവം എങ്ങനെയാണ് ചെയ്യുന്നത്? പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്യുകയാണ്. പുത്രന് വേണ്ടി പിതാവ് അന്ന് സംസാരിച്ചു. എന്നാൽ പുത്രൻ മുഖാന്തരം ഇന്ന് പിതാവ് നമ്മോട് സംസാരിക്കുന്നു. പുത്രനിലൂടെ പിതാവ് സംസാരിക്കുന്നു നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് 2-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ ഇവൻ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പ്രസ്താവിച്ചിരിക്കുന്നു. അത് എന്തിനെ കുറിച്ചാണെന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തി 13:33 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഈ ഭാഗം തന്നെ 2-ാം സങ്കീർത്തനം എന്ന് പറഞ്ഞിട്ട് കോട്ട് ചെയ്യുന്നതാണ്. അവിടെ പറയുകയാണ്, അത് എന്താണ്? ബേത്ലഹേമിൽ യേശു ജനിച്ച കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്, അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ റിസറക്ഷനെ സംബന്ധിച്ചാണ് പ്രവചനാത്മാവിൽ 2-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ച തന്റെ ശുശ്രൂഷ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ പിതാവ് സാക്ഷ്യപ്പെടുത്തുന്നതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, അത് യെശയ്യാവ് 42:1-3 വരെയുള്ളതായ പ്രവചനത്തിന്റെ നിവൃത്തിയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യെശയ്യാവ് 42 എഴുതിയിരിക്കുന്നത്, ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, അവൻ തന്റെ ശബ്ദം കേൾപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ് വിനീതനായ ദാസൻ, കഷ്ടപ്പെടുന്ന ദാസൻ, സഫറിംഗ് സെർവന്റ്. ആ സഫറിംഗ് സെർവന്റ് കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പിതാവ് സ്വർഗത്തിൽ നിന്ന് പറയുകയാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനാണ് എന്റെ പ്രിയപുത്രൻ എന്ന്. വീണ്ടും നാം ഒന്നുകൂടെ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഇപ്പോൾ യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ തുടങ്ങുകയാണ്. ജനിച്ച നാള് മുതൽ നസറേത്തിൽ തന്റെ ഭവനത്തിൽ മറിയ യോസഫ് പക്ഷേ കുറെ കാലം കഴിഞ്ഞ് മരിച്ചുപോയി കാണും. ഈ 30 വർഷക്കാലം താന് കീഴ്പ്പെട്ട് ജീവിക്കുകയായിരുന്നു ചെയ്തത്. ചില വേദപണ്ഡിതന്മാർ ഈ വാക്യത്തെ വ്യാഖ്യാനിക്കുന്ന അങ്ങനെയാണ്. പിതാവ് പറഞ്ഞത്, ഈ 30 വർഷക്കാലം താൻ ഈ ഭൂമിയിലായിരുന്നത്, സകലം സൃഷ്ടിച്ച ദൈവത്തിന്റെ പുത്രൻ, സകലത്തെ നിർമ്മിച്ചവൻ, ഒരു സാധാരണക്കാരനായ ഒരു പൈതലിനെ പോലെ വളർന്ന് ഒരു ടീനേജറായി ജീവിച്ചതിനെ കുറിച്ച് പിതാവ് സാക്ഷ്യം പറയുകയാണ്. അവൻ ചെയ്യേണ്ടത് ചെയ്തിരിക്കുന്നു, എന്റെ പ്രിയപുത്രനാണ്, അവൻ എന്റെ ഹിതം ചെയ്തിരിക്കുന്നു എന്നുള്ളത് പ്രസ്താവിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ തന്റെ ഇത്രയും കാലത്തെ ഭൂമിയിലെ ജീവിതത്തെ അപ്രൂവ് ചെയ്ത് പിതാവ് സംസാരിക്കുന്നതാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തു ദൈവപുത്രനാണ്, രാജാവാണെന്നുള്ളതിന്റെ ക്രെഡൻഷ്യൽ കൊടുക്കുവാൻ ഇടയായിട്ടുള്ളത്. 2, പരിശുദ്ധാത്മാവ് സ്നാനത്തിങ്കിൽ ഇറങ്ങി വന്നും പ്രസ്താവിച്ചു. 3ാമത് പിതാവായ ദൈവം പ്രസ്താവിച്ചു. ഇനി 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെ പിശാച് പ്രസ്താവിക്കുന്നതാണ്. അല്ലെങ്കിൽ പിശാച് തന്റെ പരീക്ഷയിലൂടെ വെളിപ്പെടുത്തുകയാണ്, ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ ഒരു സാധാരണ ഹ്യൂമൻ ബീയിങ് അല്ല, ഇവൻ ദൈവത്തിന്റെ പുത്രനാണ്, ഇവൻ രാജാവാണെന്നുള്ളത് തെളിയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, അതാണ് നമുക്ക് വിഷയമായിരിക്കുന്നത്. നാം ഓർത്തിരിക്കണം, ചില സമയത്തിന് മുമ്പ് വളരെ 3-ാം അധ്യായത്തിന്റെ ഒടുവ് വായിക്കുമ്പോൾ വളരെ മനോഹരമായ ഗ്ലോറിയസ് എക്സ്പീരിയൻസ് ആണ് നടന്നത്. യോർദാന്റെ തീരത്ത് യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേൽക്കുന്ന ദൈവത്തിന്റെ പുത്രൻ പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാ ഇറങ്ങി വരുന്നു. ഉയരത്തിൽ നിന്ന് പിതാവ് സംസാരിക്കുന്നു. യോഹന്നാൻ പറയുന്നു, ഇവനാണ് എന്റെ പിന്നാലെ വരുന്നവൻ, പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുന്ന ഇവനാണ്, ഇവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനാണ്. ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത എക്സ്പീരിയൻസ് വന്നിരിക്കുകയാണ്. അതെവിടെയാണ്? മരുഭൂമിയിൽ, ആരുമില്ലാത്തടത്ത്, വരണ്ട സ്ഥലത്ത്, വിൽഡർനെസ്സിലെ അനുഭവം. അപ്പോൾ ഇന്ന് വളരെ സന്തോഷമുള്ളതായ ആത്മനിവേശിതമായ എല്ലാ രീതിയിലും വളരെ ചൈതന്യം നൽകുന്ന അനുഭവമാണെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം ഓർത്തു കൊള്ളണം, നാളെ ഒരുപക്ഷെ ടെൻഷൻ വരാം, നാളെ പ്രശ്നങ്ങൾ വരാം, നാളെ പ്രയാസങ്ങൾ വരാം. ഇന്നത്തെ അനുകൂലമായ പരിസ്ഥിതി എന്നും അങ്ങനെ ഇരിക്കണമെന്നില്ല. നാളെ പ്രയാസമേറിയതായിരിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിത വിധാനം ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അവിടെ നാം വായിക്കുന്ന, അവനെ മരുഭൂമിയിലേക്ക് നടത്തിയെന്നാണ് വായിക്കുന്നത്. പരീക്ഷിക്കപ്പെടേണ്ടതിന് നടത്തിയെന്നാണ് വായിക്കുന്നത്. എന്ത് പരീക്ഷിക്കപ്പെടുവാനാണ്? ഇവൻ യഥാർത്ഥമായി ദൈവത്തിന്റെ പുത്രനായി ഭൂമിയിലേക്ക് വന്ന യേശുക്രിസ്തു
താനെ ശുശ്രൂഷ ചെയ്യുമോ എന്ന് പിതാവ് പരീക്ഷിക്കേണ്ടതിനാണോ? ഒരിക്കലും അല്ല. പിതാവിനറിയാം. പിതാവ് ഓൾറെഡി അപ്രൂവ് ചെയ്തു കഴിഞ്ഞു. പിതാവ് പറഞ്ഞു, ഇവനാണ് എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ തക്ക ഇടയായി തീർന്നു. അപ്പൊ പിതാവ് ഓൾറെഡി ഇത് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു, അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തു താൻ ജയിക്കുമെന്നുള്ളത് യേശുക്രിസ്തുവിന് തന്നെ അറിയാം. എന്നാൽ ഇവിടെ യേശുക്രിസ്തുവിന് പരീക്ഷ ഉണ്ടായതിന്റെ കാരണം എന്താണ്? യേശുക്രിസ്തുവാണ് ജയാളികളുടെ ജയാളി. അവനെ തോൽപ്പിക്കുവാൻ പിശാചിന് കഴിയുകയില്ല. പിശാചിന്റെ തന്ത്രങ്ങൾ, ടാക്ടിക്കുകളൊക്കെയും വെളിച്ചത്ത് കൊണ്ടെന്ന് പിശാചിനെ പരസ്യകോലമാക്കുവാൻ തക്കവണ്ണം ദൈവപുത്രന് കഴിയുമെന്നുള്ളത് വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനാണ് പരീക്ഷിക്കപ്പെടുവാനായിട്ട് കൊണ്ടുവന്നത്. നാം ഓർത്തിരിക്കണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഉണ്ടായതായ വിജയം നമ്മുടെ വിജയമാണ്. His victory is our victory. യേശുക്രിസ്തു മരുഭൂമിയിൽ പിശാചുമായുള്ളതായ സംഘടനത്തിൽ ആ ബാറ്റിൽ ജയിച്ചുവെങ്കിൽ നമുക്ക് സന്തോഷം നൽകുന്ന വിഷയമാണത്. നാം എന്നും പിശാചിനോട്, ശത്രുവിനോട് മല്ലിടുന്നവരാണ്. എന്നാൽ നാം തോൽക്കുകയില്ല. കാരണം നമ്മുടെ ബലമല്ല, ജയാളിയായ ഒരു നമ്മോടുകൂടെ ഉണ്ട്. ഇവിടെ ഒന്നാമത്തെ ആദാം പിശാചുമായി ഏദൻ തോട്ടത്തിൽ മത്സരിക്കുന്നു. കൊരിന്ത്യർ ലേഖനത്തെ നമ്മൾ വായിക്കുന്നു. 1 കൊരിന്ത്യർ 15:45. ഒന്നാം ആദാം, അത് ഏദൻ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ച ആദാം, നമ്മുടെ പിതാവ്. എന്നാൽ ഒടുക്കത്തെ ആദാം, ലാസ്റ്റ് ആദാം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആളായി തീർന്നു. ഒടുക്കത്തെ ആദാം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു. ആദാം ഏദൻ തോട്ടത്തിൽ വെച്ചാണ് പിശാചുമായി മല്ലിടുന്നത്. എന്നാൽ യേശുക്രിസ്തു ഇസ് നോട്ട് ഇൻ എ ഗാർഡൻ, ഇറ്റ് ഈസ് ഇൻ ദ വിൽഡർനെസ്. യേശുക്രിസ്തു വിൽഡർനെസ്സിലാണ്. ആദാം പിശാചുമായി മല്ലിട്ട സമയം നമുക്കറിയാം, എല്ലാം ഉള്ള സമയമാണ്, തേജസ്സുള്ള സമയമാണ്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം ഇതുപോലെയൊന്നും അല്ലല്ലോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. സകലത്തിന്മേലും അടക്കി വാഴുവാനുള്ള സകലം കൊടുത്ത് ഒരു മൈനസ് പോയിന്റും ഇല്ലാതെ എല്ലാം അനുകൂലമായിരിക്കുന്ന മനോഹരമായ ഏദൻ തോട്ടത്തിൽ നമ്മുടെ പിതാവായ ഒന്നാമത്തെ ആദാം പിശാചുമായുള്ളതായ ബാറ്റിലിൽ പരാജയപ്പെട്ടു. ഒടുക്കത്തെ ആദാമാകുന്ന കർത്താവായ യേശുക്രിസ്തു മരുഭൂമിയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് 40 ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട് വിശക്കുന്നുണ്ട്, തളർച്ചയുണ്ട്. എന്നാൽ അവൻ ജയിച്ചവനാണ്. കാരണം എന്തിനു വേണ്ടിയാണ്? എനിക്ക് നിങ്ങൾക്ക് വിജയം തരുവാൻ വേണ്ടിയാണ്. അവനാണ് നമുക്ക് ജയം തരുന്നത്. ഈ ബാറ്റിൽ നമുക്ക് വിജയം അവൻ തരുന്നതാണ്. യേശുക്രിസ്തു പിശാചിനെ അവിടെ തോൽപ്പിച്ചു. തന്നെയുമല്ല, നാം വേദപുസ്തകം വായിക്കുമ്പോൾ അവൻ എന്തിനു വേണ്ടിയാണ്? പിശാചിനെ എന്നേക്കുമായി ഇല്ലാതെയാക്കുവാൻ വേണ്ടിയാണ് വന്നത്. കൊലോസ്യലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ പൗലോസ് എന്ന ലേഖനത്തിൽ പറയുകയാണ്, കാൽവറിയിൽ യേശു കർത്താവ് പിശാചിനെ എന്തോ ചെയ്തെന്നാണ് എഴുതിയിരിക്കുന്നത്. അവന്റെ ആയുധം വെച്ച് കീഴടക്കി പിശാചിനെ പരസ്യകോലമാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ പിശാചിന്റെ സകല ശക്തിയെയും പിശാചിന്റെ സകല വെല്ലുവിളികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന് പരാജയപ്പെടുത്തിയ ദൈവത്തിന്റെ പുത്രനെയാണ് നമുക്ക് ഈ പരീക്ഷയിൽ ജയിക്കുന്നവനായി കാണുവാനായിട്ട് കഴിയുന്നത്. അവന്റെ അനുഭവങ്ങൾ, യേശുക്രിസ്തുവിനുണ്ടായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ വിജയമാണ്. അവന്റെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്കുണ്ടാകുന്ന അനുഭവം. ഇബ്രായലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം 16 മുതൽ 18 വരെ വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്ന എന്താണ്? ഇങ്ങനെയുള്ള മഹാപുരുഷനല്ലോ നമുക്ക് വേണ്ടിയത്. പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. അവൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാണ്. അപ്പോൾ നമ്മോട് സഹതാപം തോന്നത്തക്ക രീതിയിൽ ഒരു ഹൈപ്രീസ്റ്റായി യേശുക്രിസ്തു തീർന്നത് ഈ പരീക്ഷാ സന്ദർഭത്തിൽ അവൻ ജയിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകുന്ന സകല പരീക്ഷയെ അറിയുന്ന ദൈവത്തിന്റെ പുത്രനാണ് അവൻ. സിംബലറ്റിക് ഹൈപ്രീസ്റ്റായി അവൻ തീർന്നിരിക്കുകയാണ്. അതാണ് നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ കാണുവാനായി സാധിക്കുന്നത്. ഇവിടെ ചിലര് ഈ ഭാഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാറുണ്ട്. അവൻ ദൈവപുത്രനായതുകൊണ്ടാണ് പിശാചിനെ ജയിച്ചത്. എന്നാൽ അവന്റെ ദൈവിക പവർ ഒന്നും ഉപയോഗിക്കാതെ കേവലം മനുഷ്യനായിട്ടാണ് പിശാചിനെ ജയിച്ചതെന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. കാരണം പിശാച് കൊണ്ടുവന്ന ഒന്നാമത്തെ പരീക്ഷയിൽ തന്നെ, അതിനെക്കുറിച്ച് നമ്മൾ ഇനി പഠിക്കും നെക്സ്റ്റ് വീക്കിൽ. അവിടെ പറയുകയാണ്, നീ ദൈവപുത്രനാണല്ലോ, അതുകൊണ്ട് ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ മറുപടി എന്താണ്? മനുഷ്യൻ
അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് പറഞ്ഞാൽ പിശാചിന് പോലും എതിര് പറയാനൊക്കത്തില്ല. ഇപ്പോൾ ദൈവപുത്രൻ പിശാചിന് മുമ്പിൽ നിൽക്കുന്ന ദൈവിക പവറോടുകൂടിയല്ല, ഒരു കേവല മനുഷ്യനായിട്ടാണ്. ദ മാൻ, ഞാൻ മനുഷ്യനാണ്, പക്ഷേ മനുഷ്യനായി അവതരിച്ച ഞാൻ ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കുന്നവനാണ്. മനുഷ്യൻ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ഡിവൈൻ പവർ ഉപയോഗിച്ച, ദൈവിക ശക്തി ഉപയോഗിച്ചല്ല പരീക്ഷയിൽ യേശുക്രിസ്തു ജയിക്കുവാനൊക്കെ ഇടയായി തീർന്നത്. അങ്ങനെ ദൈവിക പവർ ഉപയോഗിക്കണമെന്നാണ് പിശാച് താല്പര്യപ്പെട്ടത്. പിശാചിന്റെ പരീക്ഷയിൽ പിശാച് പറയാണ്, നീ ദൈവപുത്രനല്ലേ. യേശുക്രിസ്തുവിന് കല്ല് അപ്പമാക്കുവാൻ കഴിയുമായിരുന്നു. യേശുക്രിസ്തുവിന് സർവശക്തനായിരുന്നു. പക്ഷെ ആ പവർ ഒന്നും ഉപയോഗിക്കാതെ അവൻ ഭൂമിയിൽ ജനിച്ച മനുഷ്യനായിട്ട് തന്നെ ആ പ്രവൃത്തിയെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യേശുക്രിസ്തുവിന് പിശാചിനെ ജയിക്കുവാൻ രണ്ട് ശക്തിയാണ് ഉണ്ടായിരുന്നത്. നാം പഠിക്കുമ്പോൾ ഒന്ന് ഏതാണ്? മത്തായി 4:1 നാം വായിക്കുന്നു, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ മേലുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഈ ബാറ്റിൽ ഫീൽഡിൽ ജയിക്കുവാനായിട്ടാണ്. രണ്ട്, പിശാചിനെ യേശുക്രിസ്തു ജയിച്ചത് ദൈവവചനത്തിന്റെ ശക്തിയാലാണ്. പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. പിശാചിനെ ജയിച്ച പരീക്ഷയിൽ പിശാച് കൊണ്ടുവന്ന എല്ലാ വാക്കുകളെയും നന്നായി, എല്ലാ ടാക്ടിക്കുകളെയും നന്നായി ജയിച്ചത് ഇങ്ങനെ വചനം പറയുന്നു എന്ന് പറയുമ്പോൾ പിശാച് വചനത്തെ കൂട്ടിമാറ്റി, അത് നാം പഠിക്കുന്നുണ്ടല്ലോ, പറയുമ്പോൾ യേശുക്രിസ്തു വചനത്താൽ തന്നെ പിശാചിനെ ജയിക്കുവാൻ കൊണ്ട് ഇടയായി തീർന്നു. നമുക്ക് ദൈവത്തിന്റെ വചനം നമുക്ക് എല്ലാവർക്കും ഇന്നുണ്ട്. സാത്താൻ ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മെ ചതിക്കുവാനായി ഒക്കെ അനേക കാര്യങ്ങൾ ഉപയോഗിച്ചെന്ന് വരാം. ഇന്നത്തെ ലോകത്തിൽ പ്രത്യേകിച്ച് വളരെ ശക്തമായ സാത്താന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ ദൈവവചനം നാം അറിഞ്ഞിരിക്കുകയാണ്. കർത്താവ് പിശാചിനോട് പറയുന്ന എന്താണ്? ഇറ്റ് ഈസ് റിട്ടൺ, ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നേരെ ദുരുപദേശങ്ങളുമായി പിശാച് അനേക തന്ത്രങ്ങളുമായി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെയായി വരുമ്പോൾ ദൈവത്തിൽ പറയാൻ ഇടയാകണം. നോനോ, ദൈവവചനം പറയുന്നു ഇങ്ങനെ ആയിരിക്കണം, ദൈവവചനം പറയുന്നു ഇങ്ങനെ ആയിരിക്കണം, ഇത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഇല്ല എന്ന് പറയണം. അത് പറയണമെങ്കിൽ വചനം പഠിക്കണം, വചനം വായിക്കണം, വചനം ഗ്രഹിക്കണം. ഈ രണ്ട് പവറും ഇന്ന് നമുക്ക് വേണ്ടി ഉണ്ട്. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അവൻ ജയാളികളുടെ ജയാളിയായി യേശു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഇന്ന് പൽക്കാലം നാം ഈ യുദ്ധക്കളത്തിലായതുകൊണ്ട്, പിശാചിനോടുള്ള പോരാട്ടത്തിലായതുകൊണ്ട് നാം ക്ഷീണിക്കേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ജയം തരുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട്.